അതായത് പറയൂ സാർ. നമ്മൾ ഇപ്പൊ പോയി അന്വേഷിച്ച വീട്ടിൽ എന്താ സംഭവിച്ചത്? ആ പയ്യൻ ഡ്രഗ്സിന് അടിമയാണ്. കാരണം ആ പയ്യൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് അറിയില്ല, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ. സാർ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇനി ഇവന് ഈ പയ്യനെയൊക്കെ നമുക്കൊന്ന് ഉപദേശിച്ച് നോക്കാം. നമ്മുടെ അതായത് അവര് നിർദ്ധരായിട്ടുള്ള, കാരണം അവന്റെ അമ്മ കണ്ടില്ലേ, വീട്ടു ജോലി എടുത്തിട്ടാണ് ഈ പിള്ളേരെ പഠിപ്പിക്കാൻ. അത് ഇംഗ്ലീഷ് CBSE സ്കൂളിലാണ് കൊണ്ട് ചേർത്തേക്കാം. സാറിന്റെ ആഗ്രഹങ്ങളൊക്കെ കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങള്. എടാ നീ അന്ന് അവിടെ കൊടുത്ത് 20 പൊതി വിൽക്കുന്ന അനുഭവത്തിന് ശരി വിളിച്ച് തന്നോട് ഞാൻ വിളിക്കാൻ പറഞ്ഞല്ലേ, വിളിക്കുക. അത് കച്ചവടമായി നോക്ക്, അതിന് അടുത്ത പൊതി കൊടുക്കണ്ടേ, കാശ് വരണ്ടേ? അമ്മ പൈസയിലൂടെ കോപ്പിലാണ് വിളിക്ക്. കാശ് സാറിന് അറിയാലോ, നമ്മൾ ഒരു ശരിയാണ്ടോ? നമ്മ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇത് കയ്യിലൂത്താൻ തുടങ്ങിയിട്ട്. അതൊക്കെ ഓക്കെ. നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഡ്രഗ്സ് കേസിൽ ഒരു പ്രതി അറസ്റ്റ് ചെയ്യുന്നു. അതെ, ആ മണിക്കൂർ തന്നെ മേൽന്നുള്ള സമ്മർദ്ദങ്ങൾ, ഫോണ് വിളി, സ്ഥാനം മാറ്റം, അട്ടപ്പാടിലേക്ക് സ്ഥലം മാറ്റം. നമുക്ക് ഇതൊക്കെ അതായത് നമുക്കിപ്പോ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഇതുപോലെയുള്ള പിള്ളേരെ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് സെന്ററുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ കൊണ്ടേ ഇവരൊക്കെ സമൂഹത്തിന് ഇനിയും വേണ്ടതല്ലേ. കാരണം ഇതോടുകൂടി ഈ തലമുറ അവർക്ക് ആ ഒരു മോഹനാണുള്ളത്. നമ്മുടെ ഒരവസ്ഥ വളരെ കഷ്ടമാണ്, വളരെ കഷ്ടം. നമ്മൾ കുറെ കരഞ്ഞു. അതെ, അവന്റെ അച്ഛനാണെങ്കിൽ ക്യാൻസർ പേഷ്യന്റ് ആണ്. അയ്യോ, എന്താ ചെയ്യേണ്ടത്? ഈ പയ്യനെയൊക്കെ പിടിച്ച അവരെ ഭാവി പോകും. നമുക്കപ്പൊ ഇങ്ങനെയുള്ള പിള്ളേരെ നമുക്കൊരു സാറേ അവനെ നിൽക്കുന്നു എവിടെ കച്ചവടം മൊബൈൽ 4 മൊബൈലൊക്കെ ഞങ്ങളല്ല, ഞങ്ങൾ വെറുതെ ഇരുന്നു.